بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. വോയിസ് എന്തെങ്കിലും ക്ലിയർലി നിങ്ങൾക്ക് പറയാനുണ്ടോ? അയാൻ മുഹമ്മദ്. അയാനെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് തഫ്സീറാണ്. കഴിഞ്ഞ തഫ്സീറിന്റെ ക്ലാസ്സിൽ നാം 2 സൂറത്തുകളാണ് ചർച്ച ചെയ്തത്. ഒന്ന് സൂറത്തുൽ കാഫിറൂൻ, മറ്റൊന്ന് സൂറത്തുൽ നസ്ർ. ആ സൂറത്തുൽ കാഫിറൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ചർച്ച ചെയ്തത്. അതായത് ദീനിൽ ഒരിക്കലും തന്നെ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്താൻ പാടില്ല. അതായത് അന്നത്തെ കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു വർഷം ഞങ്ങളുടെ ഇലാഹിനെ ആരാധിക്കുക, ഒരു വർഷം ഞങ്ങൾ നിങ്ങളുടെ ഇലാഹിനെയും ആരാധിക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ തങ്ങൾ എന്താക്കണ്ട, അങ്ങനെ പറയണ്ട, തങ്ങൾ എന്താക്കണ്ട, അങ്ങനെ ആരാധിക്കേണ്ടതില്ല. കാഫിരീങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, നബി തങ്ങളോട് പറയാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഞാൻ ആരാധിക്കൂല, ഈ സമയത്തും ആരാധിക്കൂല, ഇനി വരും കാലങ്ങളിലും ആരാധിക്കുകയില്ല. അതുപോലെ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, എനിക്ക് നിന്റെ ദീന് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് അവസാനിച്ചത്. അതുപോലെ സൂറത്തുൻ നസ്ർ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ചു. ആ സൂറത്തുൻ നസ്റിലൂടെ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച വലിയതായ സഹായം, ആ വിജയം, അതിനെ സംബന്ധിച്ച് പരാമർശിച്ചു. നസ്ർ എന്നാൽ തന്നെ സഹായം എന്നാണ്. ഇസ്ലാമിന്റെ തുടക്കത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ ആളുകൾ വളരെ തുച്ഛം ആളുകളായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നത്. പിന്നീട് മക്കം ഫത്ഹായപ്പോ ഒരു ഗോത്രം ഒന്നടങ്കം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അള്ളാഹുവിന്റെ ആ സഹായം അങ്ങ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ഇസ്ലാമിലേക്ക് അതാ കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താക്കണം, അതിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ആ ശുക്ർ വീട്ടുകയാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, തങ്ങളെ റബ്ബിനെ സ്തുതിക്കൽ കൊണ്ട് തങ്ങൾ എന്താക്കണം, തസ്ബീഹ് ചൊല്ലണം. അതുപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹു തആല എന്താണ്, കൂടുതൽ പുറത്തു നൽകുന്നവനാണ്. അപ്പോൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം അല്ലാഹുവിനോട് ശുക്ർ കടപ്പെട്ടവനാണ് എന്ന് ഈ സൂറത്തിലൂടെ നമുക്ക് ഒരു പാഠമായി ലഭിച്ചു. അതുപോലെ ഹംദ് മാത്രമല്ല, സ്തുതികീർത്തനം മാത്രമല്ല, ഇസ്തിഗ്ഫാറും ചൊല്ലേണ്ടതുണ്ട്. കാരണം അല്ലാഹു എന്താണ്, കൂടുതൽ പൊറുക്കുന്നവനാണ്. അപ്പോൾ നബിതങ്ങൾ എന്താണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, ആ സംഭവം നാം വളരെ വ്യക്തമായി വിവരിച്ചു. അമ്പിയാക്കൾ ഇസ്തിഗ്ഫാർ എന്നാൽ അവർ പാപം ചെയ്തത് കൊണ്ടല്ല. കാരണം അമ്പിയാക്കൾ ആരാണ്, മാസൂമിങ്ങളാണ്. എന്നാൽ അവരുടെ ഇസ്തിഗ്ഫാർ എന്നുള്ളത് അത് അവര് അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മഹാന്മാർ വിശദീകരിച്ചു, നാം പറഞ്ഞു, ലി തഅലീമി ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ശുക്ർ, അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തല്ലോ, അപ്പൊ എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അപ്പൊ ആ ശുക്ർ വീട്ടുകയാണ് ഈ ഇസ്തിഗ്ഫാറിലൂടെ ചെയ്യുന്നത് എന്നും നാം പരാമർശിച്ചു. അപ്പൊ ഇന്ന് നാം പറയുന്നത് 2 സൂറത്തുകളാണ്. ഒന്ന് സൂറത്തുൽ കൗസർ, കൗസർ സൂറത്ത്. അതുപോലെ മറ്റൊരു സൂറത്താണ് മാഊൻ സൂറത്ത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്, എല്ലാവരും ഓതുന്ന സൂറത്താണ്. അപ്പൊ ആദ്യം നമുക്കൊന്ന് ഈ സൂറത്ത് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് അതിൽ പറയുന്ന എന്താണ് പറയുന്ന വാക്യങ്ങൾ, അതിന്റെ അർത്ഥതലങ്ങൾ
ഈ സൂറത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് സൂറത്തുൽ കൗസറാണ്. കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം അനുഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നബുവത്ത്, അതുപോലെ റിസാലത്ത്, പരിശുദ്ധമായ ഖുർആന്, അതുപോലെ ശഫാഅത്ത് എന്നിങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയാണ് അള്ളാഹു പറയാണ്, നാം തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ സൂറത്തിന്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളെല്ലാം വഫാത്തായി പോയപ്പോ ശത്രുക്കളായ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ പരമ്പര മുറിഞ്ഞിട്ടുണ്ട്, തങ്ങൾക്ക് ഇനി പരമ്പരയില്ല, തങ്ങളാരാണ്? അബുത്തറാണ്. അപ്പൊ അങ്ങനെ തങ്ങൾ എന്താണ്? വാലച്ചവനാണ്, വംശം മുറിഞ്ഞവനാണ് എന്നൊക്കെ അന്നത്തെ അവിശ്വാസികളായ ആളുകൾ പറഞ്ഞപ്പോ, അവർ നബി തങ്ങളെ പരിഹസിച്ചപ്പോ അല്ലാഹു തആല അതേ നാണയത്തിൽ തന്നെ അവരെ തിരിച്ചടിക്കുകയാണ് ഈ സൂറത്തിലൂടെ ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ-റഹ്മാൻ, ഈ ലോകത്ത് വൈപ്പെട്ട ആളുകൾക്കും വൈപ്പെടാത്ത ആളുകൾക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട്. അർ-റഹീം, ഈ ലോകത്ത് അള്ളാഹുവിനെ വൈപ്പെട്ട ആളുകൾക്ക് മാത്രം പ്രത്യേകം ആഖിറത്തിൽ ഗുണം ചെയ്യുന്ന അള്ളാഹിന്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. എന്നിട്ട് പറയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നാം തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കൗസർ, ധാരാളം അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ലെസൺ പ്ലാന് കണ്ടില്ല എല്ലാവരും? നമ്മള് മീമിന്റെ ആപ്പില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആശിന്തങ്ങള് കണ്ടില്ലേ? ഇന്നാ അഅ്തൈനാകൽ കൗസർ, നാം തങ്ങൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ, കൗസർ നൽകിയിരിക്കുന്നു. ഇവിടെ കൗസർ എന്നതിന് നൽകിയ ഒരു അർത്ഥം സ്വർഗത്തിലുള്ള പുയ എന്നാണ്. അപ്പൊ തങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പുയ നൽകിയിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം മുഴുവനും ആ പുയയുടെ അരികിൽ വരും. അങ്ങനത്തെ ഒരു പുയ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ കൗസറിന് രണ്ടാമതായി നൽകുന്ന അർത്ഥം ധാരാളം ഖൈറായ കാര്യങ്ങൾ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് നുബുവത്ത് നൽകിയിട്ടുണ്ട്, ഖുർആന് നൽകിയിട്ടുണ്ട്, അതുപോലെ ശഫാഅത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതാണ് പറയുന്നത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നാം തങ്ങൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ, കൗസർ നൽകിയിരിക്കുന്നു. അതിന്റെ ഒരർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് ഹുവ നെഹ്റും ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള എന്താണ്? ഒരു നദിയാണ്, പുയയാണ്. ആ പുയ അത് ഹൗലുഹു, നബിതങ്ങളെ ഹൗലാണ്, ഹൗലുൽ കൗസർ. തരിദു അലൈഹി ഉമ്മത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ സമുദായം ആ ഹൗലിന്റെ അടുക്കൽ വരും. അങ്ങനത്തെ ഹൗലാണ്. അപ്പോ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന ആ കൗസറിലൂടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട ഹൗലുൽ കൗസറാണ് എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം കൗസർ എന്നാൽ അൽ ഖൈറുൽ കസീർ, അധികരിച്ച നന്മ എന്നാണ്. അതെന്താണ്? മിനൻ നുബുവത്തി, നുബുവത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ വൽ ഖുർആൻ, ഖുർആൻ നൽകിയിട്ടുണ്ട്. വശഫാഅത്തി, ശഫാഅത്ത് നൽകിയിട്ടുണ്ട്. വനഹ്വിഹ, അതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ഫസല്ലി റബ്ബിക വൻഹർ,
തങ്ങളെ റബ്ബിന് വേണ്ടി തങ്ങൾ നിസ്കരിക്കണം. വൻഹർ, തങ്ങൾ എന്താണ്, ബലികർമ്മം നടത്തണം. അപ്പോ ഈ ആയത്ത്, ഈ നിസ്കാരം എന്ന് പറയുന്നത് അത് പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ചാണ്, വലിയ പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ മഹാന്മാരുണ്ട്. അപ്പൊ ആദ്യം ഇവിടെ പറഞ്ഞത് ഫസ്വല്ലി റബ്ബിക എന്നല്ലേ, തങ്ങളെ റബ്ബിന് വേണ്ടി തങ്ങൾ എന്താകണം, നിസ്കരിക്കണം. വൻഹർ, അറവ് നടക്കണം. സാധാരണ ഉലഹിയത്ത് അറുക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് അറുക്കാറുള്ളത് അല്ലെ. അയാൻ മുഹമ്മദ് അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് അല്ലെ ഉലഹിയത്ത് അറുക്കാറുള്ളത്. അതെ. അപ്പൊ ഉലഹിയത്ത് എന്താണ്, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. ഫസ്വല്ലി റബ്ബിക, തങ്ങളെ റബ്ബിന് വേണ്ടി തങ്ങൾ നിസ്കരിക്കുക. വൻഹർ, തങ്ങൾ എന്താവുക, അറവ് നടത്തുക. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശം സ്വലാത്തു ഈദിൻ നഹ്രി, പെരുന്നാൾ, വലിയ പെരുന്നാൾ നിസ്കാരമാണ്. അതുപോലെ വനുസുകിൻ, കർമ്മവുമാണ്. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ പറയുന്നുണ്ട് തങ്ങളെ എതിർത്ത ആള്, അപ്പൊ തങ്ങളോട് ദേഷ്യം പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളൊക്കെ വഫാത്തായി പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, നബി തങ്ങളെ ആൺമക്കളൊക്കെ വഫാത്തായപ്പോ നബി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, നബിയോട്, നബി തങ്ങൾ എന്താണ്, അബ്തറാണ്, വാലറ്റവനാണ്, പരമ്പര മുറിഞ്ഞവനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അല്ലാഹു തആല അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, തങ്ങളെ എതിർത്തവൻ, തങ്ങളോട് ദേഷ്യം പിടിച്ചവൻ, ഹുവൽ അബ്തർ, അവനാണ് മുറിഞ്ഞവൻ, അറ്റം മുറിഞ്ഞവൻ, അവനാണ് വാലറ്റവൻ എന്ന് പറയാം. ഐ മുബിഗിലുക, അവനാണ് തങ്ങളോട് ദേഷ്യം പിടിച്ചവൻ. ഹുവൽ മുൻഖതിഉ അൻ കുല്ലി ഖൈരിൻ, ആ തങ്ങളെ എതിർത്തവനുണ്ടല്ലോ, തങ്ങളോട് ദേഷ്യം പിടിച്ച ആളുണ്ടല്ലോ, അവനാണ് എല്ലാ നന്മയെ തൊട്ടും മുറിഞ്ഞ ആള്. അല്ലെങ്കിൽ അവിൽ മുൻഖതിഉൽ അഖിബതി, പരമ്പര മുറിഞ്ഞവൻ അവൻ തന്നെയാണ്. അപ്പൊ ഈ സൂറത്ത് ഇറങ്ങുന്നത് ആസിബിന് വായിൽ എന്ന ആളിലാണ്. വനസലത്ത്, ഈ ആയത്ത്, ഈ സൂറത്ത് ഇറങ്ങി ആസിബിന് വായിൽ എന്ന ആളിലാണ് ഇറങ്ങിയത്. സമ്മൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെച്ചു, അബ്തർ എന്ന് പേര് വെച്ചു. എപ്പോ, ഇൻദ മൗതി ബിനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോന് വഫാത്തായ സമയത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബ്തർ എന്ന് പേര് വെച്ചു. അപ്പൊ ആ സമയത്താണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ഏതാണ് മോന് വഫാത്തായത്? ഖാസിം എന്ന മോൻ വഫാത്തായ സമയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ധാരാളം പരീക്ഷണങ്ങൾ സഹിച്ചവരാണ്. അപ്പൊ ധാരാളം പരീക്ഷണങ്ങൾ സഹിച്ച ആളുകളാണ് അമ്പിയാക്കൾ എന്ന് പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളെല്ലാം നബി തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു. നബി തങ്ങൾക്ക് മക്കളുള്ളത് 7 മക്കളുണ്ട്. വസബഅത്തുൻ ഔലാദുഹു ഹും ഖാസിമു സൈനബു റുഖിയ ഫാത്തിമ യാ ഫാഹിമു വഉമ്മു കുൽസൂമിൻ വഅബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്രാ ബിതർതീബിൻ സുകിൻ. ഈ 7 മക്കള്, അപ്പൊ നബി തങ്ങൾക്ക് എന്താണ്, മൊത്തം 7 മക്കളുണ്ട്. അതിൽ ഉമ്മു കുൽസൂം, അതുപോലെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ സൈനബ് റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതുപോലെ ഖാസിം റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം ഖദീജ ബീവിയിൽ നിന്നുള്ള മക്കളാണ്. അപ്പൊ ആരൊക്കെയാണ് ഖദീജ ബീവിയിലുള്ള മക്കളാണ്? ആര്? ഖാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ്, ഈ 6 മക്കൾ. എന്നാൽ ഇബ്രാഹിം എന്ന ഒരു മകനുണ്ട്. അത് മരിയത്തുൽ ഖിബ്തിയ എന്നവരിൽ നിന്നുള്ള മകനാണ് ഇബ്രാഹിം എന്ന മകൻ. അപ്പൊ ഇബ്രാഹിം എന്ന, അപ്പൊ 3 ആൺമക്കളാണുള്ളത്. ഒന്ന് ഖാസിം എന്ന മോനാണ്, മറ്റൊന്ന് അബ്ദുല്ല, മറ്റൊരു മകനാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. അപ്പൊ ഇബ്രാഹിം എന്നവര് 18ാമത്തെ മാസത്തിലാണ് ജനിച്ചു. 18ാമത്തെ മാസമായപ്പോ എന്തായി? ഇബ്രാഹിം എന്നവരെന്തായി? വഫാത്തായി. അപ്പോൾ ശത്രുക്കളായ ആളുകള്
ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കലുണ്ട്. അപ്പോൾ ഇബ്രാഹിം എന്നവർ വഫാത്തായപ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു അന്ന് ഗ്രഹണം ബാധിച്ചു. അപ്പോൾ പറഞ്ഞു ആ ഇബ്രാഹിം എന്നൊരു വഫാത്തായത് കൊണ്ടാണ് ഗ്രഹണം ബാധിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരാളെ മൗത്തിന് വേണ്ടിയോ ഒരാളെ ഹയാത്തിന് വേണ്ടിയോ ഗ്രഹണം ബാധിക്കുകയില്ല. അതുപോലെ അബ്ദുള്ള എന്ന മോനും ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി. അതുപോലെ ഖാസിം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ വഫാത്തായി. അപ്പൊ 3 ആൺമക്കളും വഫാത്തായി. അപ്പൊ ഈ സമയത്ത് നബി തങ്ങൾ ആൺമക്കളൊക്കെ വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എതിർത്തുകൊണ്ട് ശത്രുക്കളായ ആളുകൾ പറഞ്ഞു തങ്ങൾ പരമ്പര മുറിഞ്ഞവനാണ്, തങ്ങൾക്ക് പരമ്പരല്ല. അപ്പൊ അല്ലാഹു തആല ഖുർആനിലൂടെ തങ്ങളെ എതിർത്ത ആളുകൾ, തങ്ങളോട് ദേഷ്യം പിടിച്ചവൻ അവനാണ് അബ്തർ, അവനാണ് പരമ്പര മുറിഞ്ഞവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ അറിയിച്ചു നൽകുകയാണ്. അപ്പൊ തന്റെ ഹബീബിനെ ഒരാൾ എതിർത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എതിർക്കും എന്ന് ഈ സൂറത്തിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബുൽ ഖാസിം എന്നുള്ള ഒരു പേരുണ്ട്. ആ അബുൽ ഖാസിം എന്നുള്ള പേര് ലഭിച്ചത് ഈ മോനിലൂടെയാണ്. ഖാസിം എന്ന മോനിലേക്ക് ചേർത്തിട്ടാണ് അബുൽ ഖാസിം എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാറുള്ളത്. അപ്പോ ഈ സൂറത്തുൽ കൗസറിലൂടെ നാം പറഞ്ഞത് അല്ലാഹു തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് കൗസർ കൊണ്ടുള്ള ഉദ്ദേശം. മറ്റൊന്ന് കൗസർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സ്വർഗത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ആ ഹൗദുൽ കൗസർ ആണ് ഉദ്ദേശം എന്നും പറഞ്ഞു. അതുപോലെ അള്ളാഹുവിനോടുള്ള ഒരു നന്ദി പ്രകടനമായി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം ചെയ്യുകയും ചെയ്യണം എന്ന് ഈ സൂറത്തിലൂടെ പറഞ്ഞു. അതുപോലെ ശത്രുക്കളായ ആളുകൾക്ക് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്തർ എന്ന് വിളിച്ച, തങ്ങളെ അറ്റം മുറിഞ്ഞവനാണ്, പരമ്പര മുറിഞ്ഞവനാണ് എന്ന് നബി തങ്ങളെ പരിഹസിച്ച ആളുകളെ അവരെ തിരിച്ചടിച്ചു. അവർ തന്നെയാണ് അബ്തർ എന്നും ഈ സൂറത്തിലൂടെ പരാമർശിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ, നബി തങ്ങൾക്ക് 7 മക്കളാണുള്ളത്. അതിൽ 3 ആൺമക്കൾ. ആ ആൺമക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ, നബി തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ 3 ആൺമക്കളും വഫാത്തായി പോയിട്ടുണ്ട്. അപ്പൊ ഈ ഖാസിം, അബ്ദുള്ള, അതുപോലെ ഇബ്രാഹിം, ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കള്. അപ്പൊ ഖാസിം അതുപോലെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ മക്കയിലെ കടുത്ത ആ പീഡനങ്ങൾക്കിടയിലാണ് രണ്ടാളുകളും വഫാത്തായി പോകുന്നത്. പിന്നീട് ഇന്ന് നാം പറയുന്ന രണ്ടാമത്തെ സൂറത്ത് അത് സൂറത്തുൽ മാഊനാണ്. സൂറത്തുൽ മാഊൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽമുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അപ്പോ സൂറത്തുൽ മാഊൻ, മാഊൻ എന്നാൽ
എന്താണ് വായ്പ വസ്തുക്കൾ എന്നാണ് ഭാഷാർത്ഥം. വായ്പ വസ്തുക്കൾ, അതുപോലെ വീട്ടുപകരണങ്ങള്, പണിയായുധങ്ങള് തുടങ്ങിയ നാം ദിനേന ഉപയോഗിക്കുന്ന നമ്മുടെ നിത്യോപയോഗ വസ്തുക്കള്, അതൊക്കെ അയൽവാസികൾക്കും മറ്റൊക്കെ എന്താണ് നൽകാൻ വിസമ്മതിക്കുന്ന ആളുകളെ പറ്റിയാണ് ഈ സൂറത്തിലൂടെ പറയുന്നത്. മാറൂൻ, നമ്മുടെ പരോപകരായ വസ്തുക്കള്, നാം ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കള്, അതൊക്കെ തൻ്റെ അയൽവാസികൾക്ക് പോലും തടഞ്ഞു വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആണ് ഈ സൂറത്തിലൂടെ മാഴൂൻ എന്ന് ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പൊ ആ വാക്കിൽ നിന്നാണ് ഈ സൂറത്തിന് മാഴൂൻ എന്ന പേര് വെച്ചത്. ഈ സൂറത്തിലൂടെ പറയുന്നത് ദീനിനെ കളവാക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നാ പറയുന്നത്. അപ്പോ എന്താണ് തങ്ങൾക്കറിയുമോ ദീനെ കളവാക്കുന്ന ആള് ആരാണ്? എന്നിട്ട് പറയാണ് ദീനെ കളവാക്കുന്നവര് അവര് യതീമിനെ, അനാഥയെ പുറന്തള്ളുന്ന ആളാണ്, യതീമിനെ പരിഗണിക്കാത്ത ആളാണ്, അതുപോലെ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്ത ആളാണ്. കാരണം മിസ്കീന്മാർക്ക് സ്വന്തം ഭക്ഷണം കൊടുക്കില്ല, മറ്റുള്ള ആളുകളെ കൊടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ ആളുകളാണ്. പിന്നീട് നിസ്കരിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് നാശം വരുന്നത്. കാരണം അവർ നിസ്കാരത്തിൽ അവര് നിസ്കാരത്തെ വിട്ടെന്താണ്, അവര് അശ്രദ്ധയിലാണ്. അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അവര് നിസ്കരിക്കുമ്പോൾ ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അതുപോലെ കപട വിശ്വാസികളായ ആളുകൾ, ദീനിനെ കളവാക്കുന്ന ആളുകൾ, അവര് പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കുന്ന ആളുകളാണ്. അപ്പോ സൂറത്തുൽ മാഊൻ, മാഊൻ സൂറത്ത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അറഅയ്ത തങ്ങൾക്ക് അറിയുമോ, അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ദീനിനെ കളവാക്കുന്നവര് ആരാണെന്ന് തങ്ങൾക്ക് അറിയോ? ബിൽ ജസാഇ വൽ ഹിസാബി, ജസാ കൊണ്ടും ഹിസാബ് കൊണ്ടും ദീനിനെ കളവാക്കുന്ന ആളുകൾ ആരാണെന്ന് തങ്ങൾക്കറിയുമോ? അപ്പൊ ജസാ ഇല്ല, ഇനി ഒരു പ്രതിഫല ദിവസമില്ല, ഈ നാളെ ഒരു വിചാരണ ചെയ്യുന്ന ദിവസം വരാനില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദീനിനെ കളവാക്കുന്ന ആളുകൾ ആരാണെന്ന് തങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കാൻ. ഹൽ അറഫ്തഹു, തങ്ങൾക്കറിയുമോ? അം ലം തഅരിഫുഹു, തങ്ങൾക്കറിയില്ലേ? അതാരാണ്? ഫദാലിക യദ്ഉൽ യതീം, അത് യതീമിനെ പുറം തള്ളുന്നവനാണ്. യദ്ഫഉഹു, യതീമിനെ തള്ളുന്നവനാണ്. ബിഅൻഫിൻ, വെറുപ്പോടെ തള്ളുന്നവനാണ്. അൻഹക്കിഹി, അവകാശത്തോട്. അപ്പോ വെറുപ്പോടെ യതീമിനെ തള്ളി നീക്കുന്നവനാണ്, യതീമിനെ ഒരു പരിഹാസത്തോടുകൂടെ തള്ളുന്നവനാണ് ദീനിനെ കളവാക്കുന്നവൻ. അപ്പോ യതീമക്കൾ ധാരാളം പരിഗണിക്കണം. സൂറത്തുൽ ദുഹയിലൂടെ പറയുന്നുണ്ട്, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഫഅമ്മൽ യതീമ, യതീമിനെ ഫലാ തഖ്ഹർ, എന്താക്കരുത്, നിരാകരിക്കരുത്, അവനെ പരിഗണിക്കണം. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞു യതീമക്കളെ കണ്ടാൽ തന്നെ അവരെ തല തടവൽ എന്താണ്, സുന്നത്താണ്. അതുപോലെ ദീനിനെ കളവാക്കുന്ന മറ്റൊരാളാണ് വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കാത്തവൻ. അതായത് ലാ യസ്ജഉ നഫ്സഹു, അവന്റെ സ്വന്തം ശരീരത്തെ അവൻ എന്താവൂല, ധൈര്യം കാണിക്കൂല. വലാ ഗൈറഹു, മറ്റുള്ളവരെയും. അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മേൽ മറ്റുള്ളവരെന്താവൂല, പ്രേരിപ്പിക്കൂല. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു ഇബാദത്താണ്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, ഭക്ഷണം കൊടുത്തിട്ട്, ഭക്ഷണം ചോദിച്ചിട്ട് ഭക്ഷണം കൊടുക്കാത്തൊരു സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ എതിർക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ, നമ്മൾ സാധാരണ ഓതുന്ന സൂറത്ത് കാണും, സൂറത്തുൽ കഹ്ഫിലെ ആ സൂറത്തിലൂടെ പറയുന്നുണ്ട്, ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ.
അവർ വിസമ്മതിച്ചു രണ്ടാളുകളെയും സൽക്കരിക്കാൻ അവർ വിസമ്മതിച്ചു. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ യാത്ര ചെയ്യുമ്പോൾ ഒരു വിശാലമായ സംഭവമാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വരും ക്ലാസ്സുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ചർച്ച ചെയ്യാം. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ ഖിദർ നബിയും പോയൊരു സംഭവമുണ്ട്. ഖിദർ നബിയോടൊപ്പം അവർ പോവുകയാണ്, മൂസാ നബിയോടൊപ്പം പോവുകയാണ്. അപ്പൊ ആ സംഭവം അതില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാട്ടിലൂടെ പോകുമ്പോൾ മഹാന്മാര് പല വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ നാടെന്താണ്? അന്താക്കിയ ഗ്രാമമാണ്, അതായത് ഇന്നത്തെ തുർക്കി ആ ഗ്രാമമാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഇവര് ആ നാട്ടിലൂടെ അങ്ങനെ യാത്ര പോയപ്പോ അവരോട് ഭക്ഷണം ചോദിച്ചു, പക്ഷെ അവര് ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ചാണ് ഈ സൂറത്തിലൂടെ പറഞ്ഞത്, അവർ വിസമ്മതിച്ചു സൽക്കരിക്കാൻ. അപ്പൊ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ് ഭക്ഷണം കൊടുക്കുക. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നബിയോട് ചോദിക്കാണ്, ഇസ്ലാമിൽ ഏറ്റവും ഉത്തമമായ കാര്യം ഏതാണ് നബി എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ്. അതുപോലെ നീ സലാം പറയലാണ്. അലാ മൻ അറഫ്ത, അറിയുന്ന ആളോടും സലാം പറയാ, അറിയാത്തവരോടും സലാം പറയാം. അപ്പൊ അറിയുന്ന ആൾക്കാരോട് മാത്രല്ല, അറിയാത്തവരോട് എന്താണ് സലാം പറയണം. അതുപോലെ നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ അവരെന്താണ്? ആളുകളെ സൽക്കരിച്ച ആളുകളാണ്. ആ ചരിത്രത്തിലേക്കൊന്നും ഇൻഷാ അല്ലാഹ് നമ്മൾ കടക്കുന്നില്ല. അപ്പൊ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ സ്വയം ഭക്ഷണം നൽകുകയുമില്ല, മറ്റുള്ളവരെ നൽകാൻ സമ്മതിക്കുകയും ഇല്ല. അങ്ങനത്തെ ആളുകൾ ആരാണ്? അവര് ദീനിനെ കളവാക്കുന്ന ആളുകളാണ്. ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന ആളിലാണ് ഇറങ്ങിയത്. അതൊരഭിപ്രായമാണ്. ചില ആളുകൾ പറഞ്ഞു അവിൽ വലീദ് ബിനുൽ മുഗീറ, ഇത് ആരിൽ ഇറങ്ങിയതാണ്? വലീദ് ബിനുൽ മുഗീറ എന്നവരിൽ ഇറങ്ങിയതാണ് ഈ സൂറത്ത്. പിന്നീട് പറയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം. അല്ലെങ്കിൽ വൈലി എന്ന നരകം, വൈലിന് ചെരു എന്നർത്ഥമുണ്ട്, നരകത്തിലെ ചെരു, അല്ലെങ്കിൽ നാശം, ഇങ്ങനെ അർത്ഥങ്ങളുണ്ട്. അല്ലദീന, എങ്ങനത്തെ ഹും അൻ സ്വലാത്തിഹിം, അവർ അവരുടെ നിസ്കാരത്തെ തൊട്ട് സാഹൂൻ, അവര് അശ്രദ്ധരാണ്. അതായത് അവര് നിസ്കരിക്കുന്നുണ്ട്, യുഅഖിറൂനഹു, അവര് ആ നിസ്കാരത്തെ അവര് പിന്തിപ്പിക്കുന്നു. യുഅഖിറൂനഹ, അവർ ആ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നു. അൻ വഖ്തിഹാ, അതിന്റെ സമയത്തെ തൊട്ട് അവര് പിന്തിപ്പിക്കുന്നു. അല്ലദീന ഹും യുറാഊന, അവര് ലോകമാന്യം കാണിക്കുന്നു. ഫിസ്വലാ, നിസ്കാരത്തിൽ, വഗൈരിഹാ, മറ്റു ആരാധനകളിലെല്ലാം. അപ്പൊ അങ്ങനത്തെ ആളുകളും അവർക്ക് എന്താണ്? ഇതിനെ കളവെക്കുന്ന ആളുകളാണ്. വയംനഊനൽ മാഊൻ, അവര് പരോപകാര വസ്തുക്കളെ തടഞ്ഞു വെക്കുന്നു. ഉദാഹരണം പറയുന്നത് കൽ ഇബറത്തി, ഒരു സൂചി പോലെ. അപ്പൊ ഒരു സൂചി പോലും ചോദിച്ചാൽ എന്താവൂല, അവര് കൊടുക്കൂല. അതുപോലെ വൽ ഫഅസി, കോടാലി പോലെ. ഒരു കോടാലി ചോദിച്ചാൽ അവരെന്താവൂല, കൊടുക്കൂല. അപ്പൊ നമുക്കിടയിലുള്ള സാധാരണ ഉദാഹരണങ്ങൾ പറയാണ് തഫ്സീറില്. കൽ ഇബറത്തി, സൂചി പോലെ. അതുപോലെ വൽ ഫഅസി, കോടാലി പോലെ. വൽ ഖിദ്രി, ചട്ടി പോലെ. വൽ ഖിസ്അതി, പാത്രം പോലെ, പിഞ്ഞാണം പോലെ. അപ്പൊ അങ്ങനത്തെ വസ്തുക്കൾ ചോദിച്ചാലൊന്നും എന്താവൂല, അവര് കൊടുക്കൂല. അല്ലെ, പിഞ്ഞാണെന്ന് പാത്രത്തിന് പറയുന്നുണ്ട് അല്ലെ. അയാൻ മുഹമ്മദ് അവിടെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയലുണ്ടോ? പാത്രത്തിന് പിഞ്ഞാണെന്നൊക്കെ പറയും. ഏ ആ ആ
ഇനി ടോട്ടലായിട്ട് നമ്മുടെ ക്ലാസ് ഒന്നുകൂടി പറയണമെന്ന് പറഞ്ഞ് നമ്മൾ 2 സൂറത്ത് പറഞ്ഞു. ഒന്ന് സൂറത്തുൽ കൗസർ പറഞ്ഞു, മറ്റൊന്ന് സൂറത്തുൽ മാഊൻ പറഞ്ഞു. അപ്പോൾ ഈ സൂറത്തുൽ കൗസറിലൂടെ അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് കൗസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന്. മറ്റൊന്ന് കൗസർ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഹൗലുൽ കൗസറാണ്. തന്റെ സമുദായം ആ കൗസറിന്റെ അടുക്കൽ വരും, അങ്ങനത്തെ കൗസറാണ് ഉദ്ദേശം എന്നും പറഞ്ഞു. പിന്നീട് തങ്ങളെ എതിർത്ത ആളുകളെ, തങ്ങളോട് തങ്ങളെ മക്കള് വഫാത്തായി പോയപ്പോൾ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തങ്ങളാരാണ്, അബുത്തറാണ്, പരമ്പര മുറിഞ്ഞവനാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെ എതിർത്തുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നും ഈ സൂറത്തിലൂടെ പരാമർശിച്ചു. പിന്നീട് രണ്ടാമത്തെ സൂറത്തിലൂടെ സൂറത്തുൽ മാഊനിലൂടെ നാം പരോപകാര വസ്തുക്കൾ, അതാണ് മാഊന്റെ അർത്ഥം. മാഊൻ പരോപകാര വസ്തുക്കൾ. അതിലൂടെ ദീനിനെ കളവാക്കുന്ന ആളുകൾ ആരാണ് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമതായി ദീനിനെ കളവാക്കുന്ന ആള് പറഞ്ഞത് യതീമിനെ വെറുപ്പോടെ ഒരു പരിഹാസത്തോടെ പുറന്തള്ളുന്ന ആളാണ്. മറ്റൊന്ന് പറഞ്ഞത് മിസ്കിന്മാരെ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നതിൻ്റെ മേൽ പ്രേരിപ്പിക്കൂല, അതായത് സ്വന്തം ഭക്ഷണം കൊടുക്കൂല, മറ്റുള്ളവരെ ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കുകയും ഇല്ല, അങ്ങനത്തെ ആളാണ് എന്നും പറഞ്ഞു. പിന്നീട് നിസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം, അവർക്കാണ് വൈല് എന്ന നരകം. അവര് നിസ്കാരത്തെ തൊട്ടെന്താണ് അശ്രദ്ധയിലാണ്, അവര് നിസ്കരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ നിസ്കാരത്തിൽ അവരെന്താണ്, അശ്രദ്ധയിലാണ്. അവര് സമയത്ത് നിസ്കരിക്കുന്നില്ല, അതിന്റെ സമയത്തെ തൊട്ട് അവരെന്താവുന്നു, പിന്തിപ്പിക്കുന്നു. അപ്പോ നമുക്ക് ഈ സൂറത്തിലൂടെ എന്താണ് ലഭിച്ചത്? ഈ സൂറത്തിൽ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അപ്പൊ ഒന്നാമത്തെ സൂറത്തിൽ സൂറത്തുൽ കൗസറിൽ നാം പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ മക്കളൊക്കെ വഫാത്തായി പോയി. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്നേഹം, അവിടുത്തെ ക്ഷമ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടുത്ത ശത്രുതയും അതുപോലെ അവിടുത്തോട് ധാരാളം പരിഹാസങ്ങൾ നേരിടുമ്പോൾ സ്വന്തം മക്കളുടെ തുടർച്ചയായ വിയോഗങ്ങൾ കാണേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ വിധിയിൽ ഒരിക്കലും തളർന്നില്ല. മക്കളോട് കാണിച്ച അങ്ങേയറ്റത്തെ വാത്സല്യം, അതുപോലെ അങ്ങേയറ്റത്തെ വാത്സല്യം, അങ്ങേയറ്റത്തെ ക്ഷമ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പതറാതെ ഉറച്ചു നിന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിലെ ഏത് വശമാണ് നമ്മുടെ ചിന്തകളിൽ ഹൃദയത്തെ കൂടുതൽ സ്പർശിച്ചൊരു കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ധാരാളം മക്കൾ വഫാത്തായി പോയി ജീവിതകാലത്ത് തന്നെ. ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത ഒരു ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഘട്ടമാണത്, മക്കള് ജീവിതകാലത്തിൽ മരിക്കുക എന്നുള്ളത്. എന്നാൽ ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ക്ഷമയോടുകൂടെ നിലകൊണ്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ അത് കൂടുതൽ എങ്ങനെയാണ് സ്പർശിക്കുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ആ മാനുഷികമായ ഭാവം അല്ലേ, അതാണ് കൂടുതൽ സ്പർശിക്കുന്നത്. ഒരു പ്രവാചകൻ ആയിരിക്കുമ്പോൾ പോലും തൻ്റെ മകൻ വഫാത്തായപ്പോ കണ്ണീരൊഴിക്കാൻ എന്തായില്ല, അവിടുന്ന് മറന്നില്ല. നിങ്ങൾ എന്തായിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. മക്കൾ പോയപ്പോൾ എന്തായിട്ടുണ്ട്, കണ്ണീരൊലിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്, ഒരു മാനുഷികമാണ്. അതുപോലെ ദുഃഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തെ സൂറത്ത് പറഞ്ഞല്ലോ നമ്മള്, സൂറത്തുൽ മാഊൻ. അതിൽ പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കരുത് അല്ലെ. അതിലൂടെ നമുക്ക് എന്തുണ്ട്, പാടുണ്ട് അല്ലെ. പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കൽ അതെന്താണ്, ദീനിനെ കളവാക്കുന്നതിനെന്താണ്, തുല്യമാണ്. അതുപോലെ യതീമിനെ നിരാകരിക്കൽ എന്താണ്, ദീനിനെ കളവാക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ഭക്ഷണം ഭക്ഷിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക, അതെല്ലാം എന്താണ്, ദീനിനെ കളവാക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹാഷിം തങ്ങൾ. ഹാഷിം തങ്ങൾ കേൾക്കുന്നില്ലേ? ആയാന് പിന്നെ നമ്മള് ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ. അപ്പോ ഭക്ഷണം ഭക്ഷിപ്പിക്കുക അതെന്താണ്, ഇബാദത്താണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു ഹദീസ് പറഞ്ഞിരുന്നു. ദീനിൽ വളരെ വലിയ സ്ഥാനമുള്ള ആള് ആരാണ് എന്ന് ചോദിച്ചു. ഒരാൾ നബി നമ്മോട് ചോദിച്ചാൽ ഇസ്ലാമിൽ ഏറ്റവും ഉത്തമമായ കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, എന്താണ്, ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ്. അതുപോലെ അറിയുന്ന ആൾക്കാരോടും അറിയാത്ത ആളുകളോടും എന്താണ്, സലാം പറയലാണ്. അപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കും, അറിയാത്ത ആള് എന്നവിടെ ഉദ്ദേശം എന്താണ്, അത് മനസ്സിലാക്കണം. അറിയാത്ത ആള് എന്ന് പറഞ്ഞാല് എന്താണ്, നമുക്ക് പരിചയമില്ല, ആള് മുസ്ലിമാണ്. അപ്പൊ മുസ്ലിം ആണെങ്കിലേ സലാം പറയാൻ പാടുള്ളൂ. ഇനി ഒരാള് എന്താണ് മുസ്ലിമാണെന്ന് നമുക്കറിയില്ല, എന്നോട് സലാം പറയാൻ പാടില്ല. ഒരാൾ മുസ്ലിമാണ് അങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ആളാണ്. ഒരു ആളെ വേഷമൊക്കെ കണ്ടാല് ആളെന്താണ് തൊപ്പി ധരിച്ച ആളാണ്, അല്ലെങ്കിൽ എന്താണ് ആള് പള്ളി നിസ്കരിക്കാണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അടയാളങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അയാൾ ആരാണ്, മുസ്ലിമാണ്. എന്നാൽ അവരോട് എന്താക്കാം, സലാം പറയാം. അതല്ലാതെ കാഫിറുകളോട് സലാം പറയണം എന്നല്ല ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിൻ്റെ എല്ലാം മിസ്ലു സവാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. മറ്റു അംബിയാ, ഔലിയാ, ശുഹദാ, സ്വാലിഹീങ്ങൾ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മെയും നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം നാഫിയ ഇൽമു പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം സ്വാലിഹായ അമാലുകൾ ചെയ്യാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا